ഇന്നത്തതോടുകൂടെ ബോക്സ് ഓഫീസിൽ 14 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ദിലീപ് മൂവിയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ആ ഒരു ചിത്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ ബബ്ബബ്ബ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 14-ാം ദിവസം വ്യാഴാഴ്ചയിലൂടെ കടന്നു പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓക്യുപ്പൻസിയും സ്റ്റഡി കളക്ഷനിലൂടെയും തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്നത്. 13-ാം ദിവസമായ ഇന്നലെയും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 64 ലക്ഷത്തോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. 13 ദിവസങ്ങളിലും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 ലക്ഷത്തിന്റെ മുകളിലുള്ള കളക്ഷൻ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു. 14-ാം ദിവസവും നല്ലൊരു ഒക്യുപ്പൻസി കാര്യങ്ങളെല്ലാം നിലനിർത്തി സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 60 ലക്ഷത്തോളം രൂപ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ട്രാക്കേഴ്സ് വിലയിരുത്തുന്നത്. 13 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 11,93 ലക്ഷത്തോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. നാളത്തെ ഒരു ദിവസം കൂടെ തീരുന്നതോടുകൂടെ സിനിമയ്ക്ക് വീണ്ടും ഒരു വീക്കെൻഡും കൂടെ വരാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു വീക്കെൻഡിൽ മികച്ച രീതിയിൽ സിനിമ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വർക്കിംഗ് ഡേയിലെ സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്നത്. ഇപ്പോഴും വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ 64-65 ലക്ഷത്തോളം രൂപയെല്ലാം കളക്ഷൻ വരുമ്പോൾ വീക്കെൻഡിൽ സിനിമയ്ക്ക് എന്തായാലും 1 കോടിക്കടുത്ത് ശനി ഞായർ ദിവസങ്ങളിൽ കളക്ഷൻ ലഭിക്കുമെന്ന് തന്നെയാണ് ട്രെൻഡ് അനുസരിച്ച് വ്യക്തമാവുന്നത്. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ലെസ്റ്റിൻ സ്റ്റീഫൻ ആണ്. ദിലീപ്, ജോണി ആന്റണി, ബിന്ദു പണിക്കര്, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ മികച്ച നല്ലൊരു താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പോക്ക് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് വ്യക്തമാവുന്നത് സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ സേഫ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന ദിലീപ് മൂവിയാണല്ലോ ബബ്ബബ്ബ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പുരോഗമിച്ചു വരികയാണ്. ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ക്യാമിയോ റോൾ ചെയ്യുന്നു എന്നതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഒഫീഷ്യലി അല്ലെങ്കിൽ അൺഒഫീഷ്യലി ആയിട്ടൊക്കെ വന്നതാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു വമ്പന്റെ അപ്ഡേറ്റ് പുറത്തു വരാനിരിക്കുന്നു. ജൂലൈ 4-ാം തീയതി ആ ഒരു അപ്ഡേറ്റ് പുറത്തു വരും എന്നുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ദിലീപിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വലിയ ഹൈപ്പുള്ള മൂവിയാണല്ലോ ബബ്ബബ്ബ. ആ ഒരു ടീം പുറത്തു വിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കൂ. മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജിനാസ്. ഓക്കെ, ബൈ.